നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. ബിലീവേഴ്സ് ചർച്ച് വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. സംസ്ഥാനത്ത് കൊടും ചൂട് തുടരുന്നു. താപനില ഉയരുന്നതിനാൽ സംസ്ഥാനത്ത് ഇന്ന് 10 ജില്ലകളിൽ യെല്ലോ അലർട്ട് പുറപ്പെടുവിച്ചു. നെയ്തക്കുടിയിലെ ഉപ്പുവെള്ള ഭീഷണി ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ തടയണമെന്നാവശ്യപ്പെട്ട് മാള പഞ്ചായത്തിലേക്ക് ജനകീയ സമിതി മാർച്ചും ധർണയും നടത്തി. രാജ്യത്ത് നടപ്പാക്കിയ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ മാളയിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ പ്രതിഷേധം സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് കൊടും ചൂട് തുടരുന്നു. താപനില ഉയരുന്നതിനാൽ സംസ്ഥാനത്ത് ഇന്ന് 10 ജില്ലകളിൽ യെല്ലോ അലർട്ട് പുറപ്പെടുവിച്ചു. സാധാരണയേക്കാൾ 2 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് കൂടിയേക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. പാലക്കാട് ജില്ലയിൽ ഉയർന്ന താപനില 39 ഡിഗ്രി സെൽഷ്യസ് വരെയാകുമെന്നാണ് മുന്നറിയിപ്പ്. കൊല്ലം ജില്ലയിൽ ഉയർന്ന താപനില 38 ഡിഗ്രി സെൽഷ്യസ് വരെയും കോട്ടയം, പത്തനംതിട്ട ജില്ലകളിൽ ഉയർന്ന താപനില 37 ഡിഗ്രി സെൽഷ്യസ് വരെയും കൂടിയേക്കും. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഉയർന്ന താപനില 36 ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. മാള, നെയ്തക്കുടി, പരനാട്ടുകുന്ന് പ്രദേശത്തെ ഉപ്പുവെള്ള ഭീഷണിയിലാക്കുന്ന കിരിയാന്തൻ ഫാമിന്റെ പ്രവർത്തനങ്ങൾ തടയുക, ബണ്ട് നിർമ്മാണം ഊർജിതമാക്കുക, കുടിവെള്ള സ്രോതസ്സുകൾ സംരക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ മാള പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. മാള ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ AA അഷ്റഫ് ധർണ ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, നെയ്തക്കുടി, പരനാട്ടുകുന്ന്, മാള പ്രദേശങ്ങളിൽ ഉപ്പുവെള്ള ഭീഷണി ഉയർത്തുന്ന കിരിയാന്തൻ കമ്പനിയുടെ പ്രോജക്റ്റ് നിർത്തിവെക്കണമെന്നുള്ളൊരാവശ്യമാണ് നമ്മൾ മുന്നിട്ട് വെച്ചിട്ടുള്ളത്. ഞാനത് തിരുത്താൻ ശ്രമിക്കുകയാണ്. ഉപ്പുവെള്ള ഭീഷണിയെ അതിജീവിക്കലല്ല, സ്വതവേ നെയ്തക്കുടിക്കാർ ഉപ്പുവെള്ള ഭീഷണി തന്നെയാണ്, ഇല്ലേ? നമ്മുടെ പ്രദേശത്തെ ഏറ്റവും കൂടുതൽ ഉപ്പുവെള്ള ഭീഷണി ഉള്ള പ്രദേശമാണ് നെയ്തക്കുടി പ്രദേശം. ഞാനത് തിരുത്തുന്നത്, ഈ കിരിയാന്തൻ പദ്ധതി വരുന്നതിലൂടെ ഒരു പ്രദേശമാകമാനം താമസിക്കുന്ന ജനവിഭാഗത്തെ ഉപ്പുവെള്ള കിണറ്റിലേക്ക് തള്ളിയിടരുത് എന്നാണ് നമ്മുടെ ആവശ്യം. കിണറ്റിലിറക്കരുത് എന്നാണ്. സോയി കോരഞ്ചേരി അധ്യക്ഷത വഹിച്ചു. VS ഗോപാലകൃഷ്ണൻ, OJ ജിനേഷ്, NS പ്രകാശൻ, ശോഭന ഗോകുൽനാഥ്, TK ജിനേഷ്, അബ്ദുൽ ഖാദർ, VC രാജേഷ് തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച CAA വിഭജന നിയമത്തിനെതിരെ മാള ടൗണിൽ പ്രതിഷേധ പ്രകടനം നടത്തി. വെൽഫെയർ പാർട്ടി കൊടുങ്ങല്ലൂർ മണ്ഡലം കമ്മിറ്റി അംഗം TK അബ്ദുൽ സലാം ഉദ്ഘാടനം നിർവഹിച്ചു. ഒരു നിലയ്ക്കും വിവേചനങ്ങൾ അംഗീകരിച്ചു കൊടുക്കാൻ ഇന്ത്യൻ ജനതയ്ക്ക് സാധ്യമല്ല. അനീതിയോട് രാജിയാകാൻ നാം ഒരുക്കവുമല്ല. പ്രക്ഷോഭങ്ങൾക്ക് മാത്രമേ ജനാധിപത്യത്തെ തിരിച്ചുപിടിക്കാൻ സാധിക്കുകയുള്ളൂവെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം സൂചിപ്പിച്ചു. വെൽഫെയർ പാർട്ടി മാള പഞ്ചായത്ത് പ്രസിഡന്റ് EK അബ്ദുൽ ഖാദർ, VS നാസർ, PK മനാഫ്, അമീർ ഷാ, അഫ്നാൻ പുത്തഞ്ചിറ, VS ജമാൽ, നാസർ ശ്രാമ്പിയക്കൽ, ഷെഫീഖ് ഹമീദ് എന്നിവർ നേതൃത്വം നൽകി. BJP വെള്ളാങ്കല്ലൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാരുമാത്രയിൽ ജനസേവാ സദസ്സ് സംഘടിപ്പിച്ചു. കർഷക മോർച്ച തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് AP ശശി മേനോൻ ഉദ്ഘാടനം ചെയ്തു. BJP കോണത്തുകുന്ന് ഏരിയ പ്രസിഡന്റ് പശോപ് പുതുക്കാട്ടിൽ അധ്യക്ഷത വഹിച്ചു. സോമൻ കുറ്റിപ്പറമ്പിൽ, BJP വെള്ളാങ്കല്ലൂർ ഏരിയ പ്രസിഡന്റ് പ്രിയ പത്മനാഭൻ, ശിവലാൽ എന്നിവർ സംസാരിച്ചു. പ്രധാനമന്ത്രിയുടെ ഇൻഷുറൻസ് പരിരക്ഷയെക്കുറിച്ച് നിത്യ P, അനു ജോൺ എന്നിവരും കിസാൻ സമ്മാന നിധി, ആയുഷ്മാൻ, PM വിശ്വകർമ്മ എന്നീ സംവിധാനങ്ങളെക്കുറിച്ച് മനോജ് കുമാറും, ഭാരതീയ വ്യാപാരി വ്യവസായ സംഘം അംഗത്വം എടുക്കുന്നതിനെക്കുറിച്ച്, കുടുംബമിത്രം പദ്ധതി എന്നിവയെക്കുറിച്ചും ഭാരതീയ വ്യാപാരി വ്യവസായി സംഘത്തിന്റെ ജില്ലാ ഉപാധ്യക്ഷൻ ജീവൻ നാലുമാക്കൽ എന്നിവർ വിശദീകരിച്ചു. ജിതിൻ, ഹരി, സലേഷ്, മവീഷ്, ജ്യോതിഷ്, മോഹനൻ, തങ്കപ്പൻ, സിജിൻ എന്നിവർ നേതൃത്വം നൽകി. രാജ്യത്ത് നടപ്പാക്കിയ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ കൊടുങ്ങല്ലൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. കരൂപ്പടയിൽ നടന്ന പ്രതിഷേധം ജില്ലാ സെക്രട്ടറി മനാഫ് AK ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തിന്റെ നാനാത്വത്തിൽ ഏകത്വം എന്ന മഹത്തായ സങ്കല്പത്തെ നശിപ്പിക്കുന്നതും വർഗീയ വിഭജനം വഴി രാജ്യത്തിന്റെ പൈതൃകത്തെ നിഷേധിക്കുന്നതുമായ ഭരണഘടനാ ഭേദഗതിക്കെതിരെ പൗരസമൂഹം ഒറ്റക്കെട്ടായി പ്രതികരിക്കേണ്ടതുണ്ടെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. മണ്ഡലം പ്രസിഡന്റ് റിയാസ് ഏർവാടി, സെക്രട്ടറി ഫൈസൽ KK, ഷെഫീഖ് ചാപ്പാറ എന്നിവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി.
ചന്ദ്രാപിന്നി ഹയർ സെക്കൻഡറി സ്കൂളിൽ SPC കേഡറ്റുകളുടെ രണ്ടാമത് ബാച്ചിന്റെ പാസിംഗ് ഔട്ട് പരേഡ് നടന്നു. ET ടൈസൺ MLA ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്ത് സല്യൂട്ട് സ്വീകരിച്ചു. കേഡറ്റുകൾക്കുള്ള ഉപഹാരവും MLA നൽകി. CPO പിജു മോഹൻ, ബാബു, ACPO VS നീതു, DIK R ഗിരീഷ് എന്നിവർ പരേഡിന് നേതൃത്വം നൽകി. കയ്പമംഗലം പോലീസ് ഇൻസ്പെക്ടർ M ഷാജഹാൻ, എടത്തുരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു, വൈസ് പ്രസിഡന്റ് ശൈലജ രവീന്ദ്രൻ, PTA പ്രസിഡന്റ് VK ജ്യോതി പ്രകാശ്, പ്രിൻസിപ്പൽ PK ശ്രീജിഷ്, പ്രധാനാധ്യാപകൻ KS കിരൺ, SPC ADN O ജോയ്, MPTA പ്രസിഡന്റ് പ്രീതി നിജേഷ്, SPC PTA പ്രസിഡന്റ് ഷാരി സന്തോഷ്, AV പ്രദീപ് ലാൽ, KM അനിൽകുമാർ, KS ഷീജ, VB സജിത്, KS ബിന്ദു തുടങ്ങിയവർ സംബന്ധിച്ചു. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ DYFI മാള ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാള ടൗണിൽ നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചു. ബ്ലോക്ക് സെക്രട്ടറി ധനുഷ് കുമാർ, C അക്ഷയ് IS, രാഹുൽ TA, PV വിനു, SFI ഏരിയ സെക്രട്ടറി സാലിഖ് ഫസലുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു. പറവൂർ നഗരസഭ വണ്ണോത്സവം എന്ന പേരിൽ ഭിന്നശേഷി കലോത്സവം സംഘടിപ്പിച്ചു. നഗരസഭ വൈസ് ചെയർമാൻ MJ രാജു ഉദ്ഘാടനം ചെയ്തു. പറവൂരിലെ 2 ബഡ് സ്കൂളുകളിൽ നിന്നും വിവിധ പ്രദേശങ്ങളിൽ നിന്നുമായി 200ഓളം കുട്ടികൾ കലോത്സവത്തിൽ പങ്കെടുത്തു. വൈകിട്ട് നടന്ന സമാപന സമ്മേളനം ഫ്ലവേഴ്സ് ചാനൽ ടോപ്പ് സിംഗർ ഫെയിം മാസ്റ്റർ ശ്രീഹരി ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അനു വട്ടത്തറ അധ്യക്ഷനായി. കൗൺസിലർമാരായ VA പ്രഭാവതി, ഗീത ബാബു, ബഡ് സ്കൂൾ അധ്യാപിക സിമി മോഹൻ, കൊത്തലം ഗോവക്കേഷണൽ പ്രിൻസിപ്പൽ ഫാദർ ഷൈജു, കൊത്തലങ്കോ ബ്രദേഴ്സ് പ്രിൻസിപ്പൽ ഫാദർ ആന്റണി, ICDS സൂപ്പർവൈസർ VD രജനി എന്നിവർ സംസാരിച്ചു. മത്സര വിജയികൾക്ക് ശ്രീഹരി സമ്മാനങ്ങൾ വിതരണം ചെയ്തു. പ്രധാന വാർത്തകൾ വീണ്ടും. ബിലീവേഴ്സ് ചർച്ച് വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. സംസ്ഥാനത്ത് കൊടും ചൂട് തുടരുന്നു. താപനില ഉയരുന്നതിനാൽ സംസ്ഥാനത്ത് ഇന്ന് 10 ജില്ലകളിൽ യെല്ലോ അലർട്ട് പുറപ്പെടുവിച്ചു. നെയ്തക്കുടിയിലെ ഉപ്പുവെള്ള ഭീഷണി ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ തടയണമെന്നാവശ്യപ്പെട്ട് മാള പഞ്ചായത്തിലേക്ക് ജനകീയ സമിതി മാർച്ചും ധർണയും നടത്തി. രാജ്യത്ത് നടപ്പാക്കിയ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ മാളയിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ പ്രതിഷേധം സംഘടിപ്പിച്ചു. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.